ദേവി, നീ കരയാതിരിക്കെ. നീ എങ്ങോട്ട് പോകുന്നില്ല. ഇതേ നിന്റെ ഭർത്താവിന്റെ വീടാ. നീ ഇവിടെ തന്നെ നിൽക്കും. ഉദേട്ടാ, നമ്മുടെ മോളെ നമ്മൾ കല്യാണം കഴിച്ചു വിട്ടത് ഈ വീട്ടിലേക്കാ. ഇവിടെ നിന്ന് അവൾ എങ്ങോട്ട് പോകുന്ന പ്രശ്നമേ ഇല്ല. ദേവി ഈ വീട്ടിലെ മരുമോളാ. അവൾ ഇവിടെ തന്നെ നിൽക്കും. ശ്രീകളെ, ദേവിയെ ഇനി ഇവിടെ നിർത്താൻ പറ്റില്ല. അവളെ കൂട്ടിക്കൊണ്ടുപോ. ബാലേട്ടാ, അത് എന്ത് ന്യായോ? പട്ടിയും പൂച്ചയൊന്നും അല്ല തോന്നുമ്പോ എടുത്ത് വെളിയിൽ കളയാൻ. നിങ്ങൾ ഇവിടുന്ന് ഇറക്കി വിട്ടാൽ എന്റെ മോളുടെ ഭാവി എന്താവും? മകളുടെ ഭാവിയല്ലേ? നിങ്ങളും നിങ്ങളുടെ മകളും കാരണം നശിച്ചുപോയ എന്റെ മകന്റെ ഭാവിയോ? നിങ്ങൾ എന്റെ കുടുംബത്തോട് ചെയ്ത കാര്യങ്ങൾ പോലീസിൽ അറിയിച്ചാൽ എന്താ ഉണ്ടാവുമെന്നറിയാലോ. അതിലേക്കൊന്നും ഞാൻ പോകാതിരിക്കുക. കൂടുതൽ സംസാരിക്കാതെ മോളെ വിളിച്ചോണ്ട് പോ. ഇവളുടെ ഇടയിൽ ഒരു പെൺകുട്ടി കൂടി എനിക്കുണ്ട്. ഇവള് വീട്ടിൽ വന്നിരുന്നാൽ എന്റെ ആ മോളുടെ ഭാവി എന്താകും? അതൊക്കെങ്കിലും ബാലൊന്ന് ആലോചിക്കേ. ഇതൊക്കെ നേരത്തെ ആലോചിക്കണമായിരുന്നു, അല്ലാതെ ഇപ്പോഴല്ല അതൊന്നും ആലോചിക്കേണ്ടത്. എന്നെ പറഞ്ഞു വിടല്ലേ. ഈ വീട് വിട്ടു പോവാൻ എന്നെ കൊണ്ട് പറ്റൂല. ഇതെന്റെ സ്വർഗം. ഈ വീട് വിട്ട് ഞാൻ എവിടെ പോവാനാ? എനിക്കൊരു പരിഗണനയും തരണ്ട. ഒരു വേലക്കാരിയുടെ സ്ഥാനം പോലും തരണ്ട. എന്ത് സഹിച്ച് ഞാൻ ഇവിടെ നിന്നോളാം. എന്നെ പറഞ്ഞു വിടല്ലേ ബാലച്ച. ബാലച്ച, ഞാൻ കാല് പിടിക്കാം. പറഞ്ഞു വിടല്ലേ എന്നെ. സ്വന്തം അനിയത്തിയല്ലേ. എനിക്ക് വേണ്ടി നീ ഒരു വാക്ക് ഇവരോട് പറ പ്ലീസ്. മീനു, മീനു, എന്നോടൊന്ന് ക്ഷമിക്കാൻ ബാലച്ചനോട് പറയണേ. പറ മിത്ര, പ്ലീസ്. മിത്ര മോളൊന്ന് പറ. മിത്ര മോള് മോള് പറഞ്ഞ ബാലച്ചൻ കേക്കും. ഒന്ന് പറ. നോക്കിയേ, നിങ്ങളൊക്കെ വിട്ട് എടുത്ത് എങ്ങോട്ട് പോവാനാ? എടുത്തിട്ട് പ്രിയപ്പെട്ടവരെല്ലാം ഇവിടെ അല്ലേ? എങ്ങനെയാ ഞാൻ ഇവിടുന്ന് പോവാ? ഒന്ന് പറ മോളെ, ഒന്ന് പറ. നീ പറഞ്ഞ ബാലച്ചൻ കേക്കൂ. ഒന്ന് പറ മോളെ പ്ലീസ്. നിനക്ക് വേണ്ടി ഇവിടെ ആരും ഒരു വക്കാലത്തും പറയില്ല. അതിനു വേണ്ടി നീ ആരുടെയും കാല് പിടിക്കാൻ വേണ്ട. ആനന്ദേട്ടാ, എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടല്ലേ ആനന്ദേട്ടാ. പൊറുക്കാൻ കഴിയാത്ത തെറ്റുകളൊക്കെ ഞാനിവിടെ ചെയ്തതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരൊറ്റ തവണ എന്നോടൊന്ന് ക്ഷമിക്ക.
ആനന്ദേട്ടൻ എന്നോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞ ബാലച്ചൻ കേക്കും. ആനന്ദേട്ട ഒന്ന് പറ ആനന്ദേട്ട. നിന്നോട് ഞാൻ ക്ഷമിച്ചു. അങ്ങനെ ഞാനൊരു അച്ഛനോട് പറയണോ അല്ലേ? നിനക്കൊരു കാര്യം അറിയോ? നിന്റെ സങ്കടവും കരച്ചിലും കേട്ട് എന്റെ അച്ഛന്റെ മനസ്സലിഞ്ഞ് അച്ഛൻ നിന്നോട് ക്ഷമിച്ചിരുന്നെങ്കിൽ ആ നിമിഷം ഞാൻ ഈ വീട് വിട്ടിറങ്ങി പോയനെ. എടി, ആ കാര്യം തീരുമാനിച്ചിട്ട് തന്നെ ഞാനിവിടെ നിന്നത്. ദേവി, നീ എന്തിനാ എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ കെഞ്ചുന്നത്? നിന്നെ ആരും ഇവിടെ ഇറക്കി വിടില്ല. നിന്നെ ആരാ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നതെന്ന് എനിക്കൊന്ന് കാണണം. മര്യാദയ്ക്ക് പറയാ, ഇവളെ കൂട്ടിക്കൊണ്ടു പോ. ഇല്ല, എന്റെ മോളെ എങ്ങോട്ട് പോകുന്നില്ല, ഇവിടെ തന്നെ നിൽക്കും. ദേ, നിങ്ങളായിട്ട് വിളിച്ചോണ്ട് പോയാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ പിടിച്ച് പുറത്താക്കും. ദേ, എന്നെ കൊണ്ടത് ചെയ്യിക്കരുത്. ആനന്ദേ, നീ ഇത് കേട്ടോ? നിന്റെ ഭാര്യയെ കഴുത്തിന് പിടിച്ച് വെളിയിൽ തള്ളുവെന്നാ നിന്റെ അമ്മ പറയുന്നത്. കേട്ടു, ഞാൻ നന്നായിട്ട് കേട്ടു. ഇനി എന്തിനാ അവിടെ നിൽക്കുന്നേ? ഇവളെ വിളിച്ചോണ്ട് ഇറങ്ങിപ്പോ. അപ്പൊ നിന്റെയൊക്കെ ഉദ്ദേശം ഇതല്ലേ? അതെ. ഇതാണോ വലിയ ദേവമംഗല കുടുംബം? ഇതാ നിങ്ങളുടെ കുടുംബത്തിന്റെ ഒക്കെ അന്തസ്സല്ലേ? ഒരു പെണ്ണിനെ കഴുത്തിന് പിടിച്ച് തള്ളും പോലും. എങ്കിൽ അതൊന്ന് കാണണമല്ലോ. അത്രയ്ക്കും ചങ്കൂറ്റം ഉണ്ടെങ്കിലേ എന്റെ മോളെ ഒന്ന് പുറത്താക്കി നോക്ക്. നീ എന്റെ കുടുംബത്തോട് ചെയ്തതൊക്കെ ഒരിക്കലും മറക്കാനും പൊറുക്കാനും പറ്റാത്ത തെറ്റുകളാ. നീ ചെയ്ത പ്രവൃത്തികൾ അറിഞ്ഞ നിമിഷം നിന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കായിരുന്നു വേണ്ടിയിരുന്നത്. എന്നിട്ട് നിന്റെ അച്ഛനമ്മമാരെ വിളിച്ചു വരുത്തി അവർക്കൊപ്പം നിന്നെ പറഞ്ഞയക്കാനാണ് ഞങ്ങൾ നോക്കിയത്. അത് ഞങ്ങളുടെ മാന്യത. ആ മാന്യതയ്ക്ക് നേരെയാ നിന്റെ അമ്മ ഇപ്പൊ കാറി തുപ്പിയത്. വാ, ഇനി നീ ഇവിടെ വേണ്ട. അമ്മ വേണ്ട, അമ്മ വായോട്. വേണ്ട അമ്മ. അമ്മ പ്ലീസ്. അമ്മ, അമ്മ കഥ തുറക്ക്. അമ്മ, അമ്മ, അമ്മ വാതില് തുറക്ക്. അമ്മ,
എന്റെ മോളെ വഴിയാധാരമാക്കിയിട്ട് ദേവമംഗലത്തുള്ള ഒരാളും സുഖമായിട്ട് ജീവിക്കാന്ന് നീ ഒന്നും വിചാരിക്കണ്ടാടാ. വലിയൊരു ദേവമംഗലം, വലിയ കൂടിയ കുടുംബം. എന്റെ മോളോട് ചെയ്തതിനൊക്കെ നീയൊക്കെ എന്നെ അനുഭവിക്കടാ. ഞാന് നിന്നെയൊക്കെ ശപിക്കുക. ഈ കുടുംബം ഉണ്ടല്ലോ നശിച്ച് വെണ്ണീറാവും. നീ നിന്റെ കുടുംബം ഒരു കാലത്ത് ഗുണം പിടിക്കത്തില്ലടാ. ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ. നീ പോടി അവിടുന്ന്. അവിടെ ഒരു ബാലച്ചനും ഗാമതി അമ്മയും. നീ ഒന്ന് പറയണടി. അമ്മ വേണ്ട, ഇത് എന്റെ വീടാ. കണ്ടോ എന്റെ ദേവിമോളുടെ സ്നേഹം കണ്ടോ? അയ്യോ ഇതൊന്നും ആരും മനസ്സിലാക്കുന്നില്ലല്ലോ. അമ്മയൊന്ന് മിണ്ടാണ്ടിരിക്കും, ഞാൻ പറയുന്നത് കേക്ക്. പറയാനുള്ളത് പറയും. എല്ലാം എല്ലാം നശിച്ചു പോത്തേ ഉള്ളൂ. നീയൊക്കെ നശിച്ച് വെണ്ണീറാവത്തേ ഉള്ളൂ. ഒന്ന് വെറുതെ ഇരിക്കും, ഞാൻ പറയുന്ന കേക്ക്. പോവണേ അവിടുന്ന്. കേട്ടോ ബാലേട്ട, ഇത്രയൊക്കെ നമ്മളോട് ചെയ്തിട്ടും ഇപ്പോഴും നമ്മളെ തെറ്റുകാര്. ഗോമതി, ഞാനൊന്നും മിണ്ടായിരിക്കും. നമ്മളൊന്നിനും പ്രതികരിക്കുന്നില്ല. നമ്മൾ തീരുമാനിക്കാനുള്ളത് തീരുമാനിച്ചു കഴിഞ്ഞല്ലോ. ഇനി ഇതിന്റെ മുകളിൽ ഒരു സംസാരവും. കുറച്ചു നേരം അവിടെ കിടന്ന് ചിലച്ചിട്ടേ അവരങ്ങ് പൊക്കോളും. അയാളെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ലായിരുന്നു. കോടീശ്വരന് ഉദയഭാനു നല്ല അടി കൊടുത്ത് വിടണമായിരുന്നു. ഏട്ടാ, അയാൾ ചെയ്തത് ഫുള്ള് ഫ്രോഡ് പരിപാടിയാണെന്ന് നമുക്കറിയാം. ഏട്ടൻ അയാളെ ഇപ്പൊ തല്ലിയാല് നാട്ടുകാർ അയാളുടെ ഭാഗത്തേ നിൽക്കൂ. അതുകൊണ്ട് ഏട്ടൻ അടിക്കും വഴക്കിനും ഒന്നിനും പോണ്ട. എന്റെ മോള് ഒരു തെറ്റ് ചെയ്തിട്ടില്ല. എന്റെ മോള് യാതൊരു തെറ്റ് ചെയ്തിട്ടില്ല. അയ്യോ അല്ലെങ്കിൽ ഇതൊക്കെ വലിയ തെറ്റാണോ? അയ്യോ ഈ നാട്ടിലെങ്ങും ആരുമില്ലേ? നിങ്ങൾക്കൊക്കെ മക്കളുള്ളതല്ലേ? എന്താ അയ്യോ എന്റെ ദേവി മോളെ പടിയടച്ച് കിട്ടാൻ അച്യുതാ, എന്താ സംഗതി നോക്കിയിട്ട് വരട്ടമ്മേ. എന്നോടും എന്റെ കുടുംബത്തോടും നിങ്ങൾ ചെയ്തതിന് കൂടി വേണ്ടിയതാവത്തേ ഉള്ളേ. അയ്യോ അയ്യോ ഓടിവായോ അമ്മേ. അമ്മേ ഒന്ന് ഓടിവാ അമ്മേ. എല്ലാരും ഒന്ന് ഓടിവായോ. നാട്ടുകാരെ ഒന്ന് ഓടിവായോ. എന്താ പ്രശ്നം? അയ്യോ ഞങ്ങൾക്കൊന്നും അറിയത്തില്ല അച്യുതേട്ടാ. അയ്യോ ഉദയേട്ടാ ഇങ്ങോട്ട് വാ. ഉദയേട്ടാ അയ്യോ ഉദയേട്ടാ അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക് ഉദയേട്ടാ. എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞങ്ങളോട് അത്യാവശ്യമായിട്ട് രാവിലെ ഇവിടെ വരണമെന്ന് പറഞ്ഞു. എന്തോ നല്ല കാര്യത്തിനാണെന്ന് വിചാരിച്ച് ഞങ്ങൾ സന്തോഷത്തോടെ ഇവിടെ വന്നു. എന്നിട്ട് ദേവമംഗലത്തുകാർ ഇത്രേ ദുഷ്ടന്മാരാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ലേ. നിങ്ങൾ എന്താ സംഭവിച്ചെന്ന് പറയ്. ഞങ്ങൾ വന്നപ്പോ ഞങ്ങളോട് പറയുക മോളെ കൂട്ടിക്കൊണ്ട് പൊക്കോളാൻ. ഒരു പെണ്ണിന്റെ ജീവിതം വഴിയാധാരം ആക്കിയേ ഇവന്മാര്. നിങ്ങൾ എന്തായി പറയുന്നേ? ഒരു കാര്യമില്ല, നിങ്ങളുടെ മോളെ ഇവിടുന്ന് പുറത്താക്കി. സത്യം, ഒരു കാര്യവുമില്ല. ഒരു പെണ്ണിനോട് ഇങ്ങനെയൊക്കെ ചെയ്യാമോ? അമ്മ പറ അമ്മേ. അല്ല, അതല്ല, കാര്യം എന്താണെന്ന് നിങ്ങൾ ചോദിച്ചില്ലേ? ചോദിച്ചു. ഞങ്ങളുടെ മോള് ചെയ്ത തെറ്റെന്താന്ന് ഞങ്ങൾ ചോദിക്കാതിരിക്കുവോ? പക്ഷേ അവരൊന്നും മിണ്ടുന്നില്ല. നമ്മുടെ കുടുംബത്തോട് ഇത്രയൊക്കെ ചെയ്തിട്ടും പുറത്തു നിന്ന് പച്ചക്കള്ളം വിളിച്ചു പറയുന്നത് കേട്ടോ? ഇത്രയും നാണം കെട്ട മനുഷ്യരുണ്ടാവോ? ഒരു കാര്യമില്ലാതെ ഒരു പെൺകൊച്ചിനെ പുറത്താക്കുന്നത് ശരിയാണോ? എന്റെ മോളെ ഇവിടെ വേണ്ടെന്നാ ഇവര് പറയുന്നത്. ഒരു തെറ്റും ചെയ്യാത്ത എന്റെ മോളോട് ഇവര് കാണിക്കുന്ന ക്രൂരത കണ്ടോ? ഇത് ശരിയല്ലല്ലോ. ഒരു പെണ്ണിന്റെ ജീവിതം തകർക്കുന്ന പരിപാടിയല്ലേ? ആ ബാലന്റെ അഹങ്കാരം തലയ്ക്ക് പിടിച്ചിരിക്കുക. അതാ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നേ. ഇത്രയും നാൾ ഇവനൊക്കെ ആ പെങ്കൊച്ചനെ തലയിലെടുത്ത് നടക്കായിരുന്നില്ലേ? ഇപ്പതേ വലിച്ചെറിഞ്ഞു. ഏതെങ്കിലും അച്ഛനും അമ്മയ്ക്കും ഇതൊക്കെ സഹിക്കാൻ പറ്റുമോ? അച്ചുവേട്ടൻ തുടങ്ങിയിട്ടുണ്ട്.
ഇനി എരിതീയിൽ എണ്ണയൊഴിച്ച് ആ തീ ആളി കത്തിച്ചിട്ടേ അയാൾ അടങ്ങും. നിങ്ങൾ ഇങ്ങനെ പഴം വിഴുങ്ങിയ പോലെ നിൽക്കാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാം. നിങ്ങളൊരു അച്ഛനല്ലേ, ഇപ്പം മിണ്ടാ നിന്നാ നിങ്ങളുടെ മകളുടെ ഭാവി പോവും. ആ അത് ശരിയാ. നോക്കിയേ. ഞങ്ങളെ നിന്നെ ഇവിടുന്ന് കൊണ്ടുപോകുന്നില്ല. അതെ, ഇവളെ ഇങ്ങോട്ട് കല്യാണം കഴിപ്പിച്ച് അയച്ചതേ ആ. ഈ വീട്ടുകാർക്ക് നടന്നാളാനല്ല. അങ്ങനെ തന്നെ വേണം. ആ ബാല എന്ത് ചെയ്യുമെന്ന് കാണണമല്ലോ. ദേവിമോളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാതെ ഞങ്ങൾ ഇവിടുന്ന് എങ്ങോട്ടും പോകത്തില്ല. ഇവിടെ തന്നെ നിൽക്കും. അതാണ് നിലപാട്. വിട്ടുകൊടുക്കരുത്. ഈ നാട്ടിലുള്ള എല്ലാവരും കേൾക്കാൻ പറയാ. അമ്മേ അമ്മേ കേട്ടോണം, ഞങ്ങൾ ഈ വീടിന്റെ ഫ്രണ്ടിൽ സത്യാഗ്രഹം ഇരിക്കാൻ പോവാ. അത് തന്നെ. അതെ, സത്യാഗ്രഹം ഇരിക്കും. ഇരിക്കും മനുഷ്യ അവിടെ. ഇതിനൊരു പരിഹാരം ഉണ്ടാവോന്ന് ഞാൻ നോക്കട്ടെ. അത് തന്നെ വേണം. ഇനി നീതി കിട്ടുന്നതുവരെ സത്യാഗ്രഹം ഇരിക്കണം. ഈ ബാലനെ നാട്ടുകാരുടെ മുന്നിൽ നാറ്റിക്കണം. വേണ്ട, ഒന്നും വേണ്ട. ദേവി, നമ്മള് 3 പേര് ഈ വീടിന്റെ ഫ്രണ്ടിൽ സത്യാഗ്രഹം ഇരിക്കും. വെറും സത്യാഗ്രഹമല്ല, എന്റെ മോക്ക് നീതി കിട്ടുന്നത് വരെ ഈ ഉദയഭാനു ഇവിടെ നിരാഹാരം കിടക്കാൻ പോവാ. ബാലേട്ടാ, മറിക്കും. ചതിയേക്കാളും വലിയ പാപം എന്താണെന്നറിയോ? ചെയ്തത് കൊടും ചതിയാണെന്ന് മനസ്സിലാക്കിയിട്ടും ഒന്നും സംഭവിക്കാത്ത പോലെ നിരപരാധിയെ പോലെ അഭിനയിക്കുന്ന എന്റെ മോള് നിരപരാധിയാ. എല്ലാത്തിനും ഉത്തരവാദികളും ഞങ്ങളാണെന്ന് നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞല്ലോ. ഇനി ഈ കാര്യത്തിൽ സംസാരം വേണ്ട. മോളെ കൂട്ടിക്കൊണ്ട് പോവാൻ നോക്ക്. ഇല്ല ബാല, എന്റെ മോളെ ഇവിടുന്ന് കൊണ്ടുപോകുന്ന പ്രശ്നമില്ല. കൊണ്ടുപോകില്ലല്ലേ? ഞങ്ങൾ പോവില്ല. അതെ, എന്റെ മോളെ വീട്ടിലേക്ക് തിരിച്ച് കയറ്റിയില്ലെങ്കിൽ ഈ വീടിന്റെ മുന്നിൽ ഞങ്ങൾ സത്യാഗ്രഹം ഇരിക്കും. അതിനകത്ത് ഒരു മാറ്റവും ഇല്ല. ഇത്രയൊക്കെ എന്റെ കുടുംബത്തോട് ചെയ്തിട്ട് താൻ എന്റെ വീടിന് മുമ്പിൽ സത്യാഗ്രഹം ഇരിക്കണം. എന്റെ അച്ഛനൊന്നും ചെയ്യരുത്. ഇനി ഈ മുറ്റത്ത് നിന്ന് നിങ്ങൾ സംസാരിച്ചാൽ എന്റെ നിയന്ത്രണം തെറ്റും. ഉദയഭാനു, തന്റെ മകളെ ഞങ്ങൾ എന്തിനാ ഇവിടുന്ന് പുറത്താക്കിയെന്ന് തനിക്ക് വ്യക്തമായിട്ട് അറിയാം. എന്റെ വായ തുറപ്പിക്കരുത്. എന്റെ വായിന്ന് വല്ലതും വീണുപോയാ നാട്ടുകാര് മുഴുവൻ സത്യം അറിയും. പിന്നെ നിങ്ങൾക്ക് തലയുയർത്തി നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ കഴിയില്ല. ആ ഓർമ്മ വേണം. തനിക്ക് ഈ വീടിന് മുമ്പിൽ സത്യാഗ്രഹം ഇരിക്കണോ? അല്ലേ? ഇരിക്കണോ? താൻ സത്യാഗ്രഹം ഇരിക്കേ. പക്ഷേ നാണം കെടുന്ന ആരാണെന്നറിയാവോ? ഞങ്ങളല്ല, താനും തന്റെ മോളും ആയിരിക്കും, തന്റെ കുടുംബവും. ബാലച്ച, ഞങ്ങൾ പൊയ്ക്കോളാം. ഞങ്ങൾ പൊയ്ക്കോളാം.
കേട്ടോ? എന്റെ മോളുടെ കണ്ണീന്ന് വീണ ഓരോ തുള്ളി കണ്ണീരിനും ദേവമംഗലത്തുകാർ കണക്ക് പറയേണ്ടി വരും. ഈ സ്ത്രീകല ആരാണെന്ന് നീക്ക് അറിയാൻ പോന്നേ ഉള്ളൂ. ദേവമംഗലത്തുകാരെയും കൊണ്ട് ഈ സ്ത്രീകല നക്ഷത്രക്കാരനിക്കും. അല്ലെങ്കിലേ എന്റെ പേര് തന്റെ പട്ടിക്കിട്ടോളൂ. പേടിപ്പിക്കല്ലേ? അതെ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ചാ ചെയ്. ഞങ്ങളെ രണ്ടും കൽപ്പിച്ചു തന്നെയാ. ആ ചെയ്യും. ഈ സ്ത്രീകല നിന്റെ കുടുംബത്തെ മുടിപ്പിച്ചിരിക്കും. ഒരു ബാലൻ, നീ ബാലനല്ലടാ, കാലനാ, എന്റെ കൊച്ചിന്റെ കാലൻ. ദാ നിൽക്കുന്ന ഒരു കിഴങ്ങൻ. വാ മക്കളെ, പോവാ, നമുക്ക് പോവാം. വാ, അങ്ങോട്ട് നടക്ക്. വാ മോളെ, വാ. മോളെ, നിങ്ങളൊന്ന് ദൈവത്തെ ഓർത്ത് മിണ്ടാതിരുന്നേ. മോളെ, അമ്മയും മിണ്ടല്ലേ. ആരും ഇപ്പൊ എന്നോടൊന്നും സംസാരിക്കണ്ട. ഞാനിതങ്ങനെ വിട്ടുകൊടുക്കാനൊന്നും പോകുന്നില്ല. എന്റെ സ്വഭാവം എന്താണെന്നേ അവര് കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. എന്റെ മോളെ അവരെ ഇറക്കി വിട്ടിരിക്കുന്നു. ഈ സ്ത്രീകല ആരാണെന്ന് ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കാം. അവര് ചെയ്തതിൽ എന്താ തെറ്റ്? അമ്മയും ബാലച്ചനും ചെയ്തതിൽ എന്താ തെറ്റെന്ന്? മോളെ, മനുഷ്യർ ചില കള്ളങ്ങളൊക്കെ പറയില്ലേ? ചെറിയ ചെറിയ കള്ളങ്ങള് അല്ലേ? ഇതാണോ നിങ്ങളുടെ ചെറിയ ചെറിയ കള്ളങ്ങള്? മോളെ, വേണ്ട. നിങ്ങൾ രണ്ടുപേരും എന്നോട് സംസാരിച്ചു പോരുത്. ഒന്നും സംസാരിച്ചു പോരുത്. മോളെ, മോളെ ദേവി, മോളെ, മോളെ, നിന്റെ ഈ കണ്ണീരിനെല്ലാം ദേവമംഗലത്തുകാരും കൂടി ഞാൻ സമാധാനം പറയിപ്പിക്കും. മോളെ, ആ ശരി, നാളെ ഓഫീസിൽ ഒന്ന് കാണും. വല്ലിച്ച, എന്താ? ആ ഉദയഭാനു കാരണം ദേവമംഗലത്ത് വല്ലാത്ത പ്രശ്നങ്ങളാ. അത് അവരുടെ കാര്യമല്ലേ, അവരങ്ങ് തീർത്തോളും. എന്നാലും അച്ഛൻ്റെയും വല്യച്ഛൻ്റെയും സഹോദരിയുടെ കുടുംബമല്ലേ? വാസ്തവത്തിൽ നിങ്ങൾ ഇടപെടണ്ടേ? എന്തിടപെടണമെന്ന്? ആ ഉദയഭാനുവിനോട് ചോദിക്കണ്ടേ? ഒരു വലിയ വഞ്ചനയല്ലേ അയാൾ നടത്തിയത്? എന്നിട്ട് അത് അനുഭവിക്കുന്നതൊന്നും അറിയാത്ത ദേവമംഗലക്കാരും. എന്നു മോലാടാ നിനക്ക് ദേവമംഗലംകാരോട് പ്രയം വന്നേ? അനുശ്രീ കേസ് കോടതിയിൽ നിന്ന് പിൻവലിച്ചു എന്ന് പറഞ്ഞ പോലെ നിന്റെ മാറ്റം ഞാൻ ശ്രദ്ധിക്കുക. അന്നവളുടെ കാല് പിടിച്ചപ്പോ നിന്റെ കരണത്തൊന്ന് തരാനാ തോന്നിയേ. പിന്നെ നീ ജയിലിൽ നിന്നിറങ്ങിയ സന്തോഷത്തിന് ഞാനത് വിട്ടു. എന്തായാലും അപ്പുറത്തുള്ളവരോട് വലിയ സഹതാപമൊന്നും വേണ്ട. അനുശ്രീ കേസ് പിൻവലിച്ചു എന്ന് പറഞ്ഞ് ബാലന് മാപ്പ് കൊടുക്കുന്ന പ്രശ്നമില്ല, അല്ലേ ഏട്ടാ? ഇതില് അച്ഛന്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല. നമ്മളൊക്കെ അവരെ വിശ്വസിച്ചില്ലേ? അച്ഛൻ മാത്രമൊന്നുമല്ലല്ലോ. അല്ലേട്ട, പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി.
ഏട്ടത്തി ചെയ്ത തെറ്റാണ്. പക്ഷെ ഒരിക്കലും ഏട്ടത്തി നമ്മൾ ഇവിടെ ഇറക്കി വിടാൻ പാടില്ലായിരുന്നു. മീനു, പിന്നെ ഞാൻ എന്തായിരുന്നു ചെയ്യേണ്ടത്? ഇനി നീ ആരുടെ കാല് പിടിക്കാൻ പോകുന്നില്ല. കാല് പിടിച്ചൊക്കെ മതി. നീ ധൈര്യമായിട്ട് ഇരിക്കേ. അന്തസ്സായിട്ട് അമ്മ നിന്നെ ആ വീട്ടിലേക്ക് തന്നെ തിരിച്ചു കയറ്റും.